കേരള പോലീസിൽ ഒരു സ്ഥിരജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ആൺകുട്ടികൾക്കാണ് പുതിയ റിക്രൂട്ട്മെന്റ് ഇപ്പോൾ യൂണിഫോം ജോബിലേക്ക് കോൺസ്റ്റബിൾ തസ്തികയിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണ്. കേരളത്തിലുള്ള മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്ന ആൺകുട്ടികൾക്കാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ മാക്സിമം പറയാൻ പോകുന്ന യോഗ്യതയുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതിന് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. IRBയിലേക്കാണ് പുതിയ റിക്രൂട്ട്മെന്റ് ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത്. സോ നമുക്ക് നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്യാം. അപ്പോൾ കേരള പോലീസ് കോൺസ്റ്റബിളിലേക്ക്, അതായത് IRB റെഗുലർ വിങ്ങിലേക്ക് മുൻപൊരു റിക്രൂട്ട്മെന്റ് ഓൺലൈനായിട്ട് വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഏകദേശം ആയിട്ടുണ്ട്. 14/8/2024 വരെയാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. അപേക്ഷിക്കേണ്ട മെത്തേഡ് പറയാം. കേരള PSCൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ PSCൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾ ലോഗിൻ ചെയ്യുക. എന്നിട്ട് 212/2024 എന്ന കാറ്റഗറി നമ്പറിലുള്ള നോട്ടിഫിക്കേഷന് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും. അതായത് നിങ്ങൾ നോട്ടിഫിക്കേഷൻ സെർച്ച് ചെയ്യുന്ന ബാറിൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ എൻ്റർ ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു പോലീസ് കോൺസ്റ്റബിൾ തസ്തിക കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ അതിലൂടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ PSCൻ്റെ വെബ്സൈറ്റിലൂടെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ കേരള പോലീസ് കോൺസ്റ്റബിൾ ഇന്ത്യ റിസർവ് ബറ്റാലിയൻ റെഗുലർ വിങ് IRB റെഗുലർ വിങ്ങിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ്. പുരുഷന്മാർക്ക് മാത്രമേ ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. 31,100 മുതൽ 66,800 രൂപ വരെ ശമ്പളം ലഭിക്കും. മുസ്ലിം കാറ്റഗറിയിൽപ്പെട്ടവർക്കാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. 3 ഒഴിവുകളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. പക്ഷേ ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആയതുകൊണ്ട് മുസ്ലിം കാറ്റഗറിയിലുള്ളവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. 18 വയസ്സ് മുതൽ 29 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും. 2/1/1995 1/1/2006 ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ച ഉദ്യോഗാർത്ഥികൾക്കായിരിക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. അതുപോലെ അപേക്ഷിക്കാൻ 10ാം ക്ലാസ് മാത്രം മതി എന്ന് ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ 167 സെൻറ്റിമീറ്റർ ഉയരം വേണം. നെഞ്ചളവ് 81 വേണം. 86 ആക്കി അത് വികസിപ്പിക്കാൻ സാധിച്ചിരിക്കണം. പിന്നെ ഐസൈറ്റ് ഒക്കെ പെർഫെക്റ്റ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇതിന് ആദ്യം ഉണ്ടാവുന്നത് ഒരു ഫിസിക്കൽ ടെസ്റ്റ് ആയിരിക്കുമെന്ന് ശ്രദ്ധിക്കുക. അതായത് ഒരു ഇൻഡുറൻസ് ടെസ്റ്റ് ആണ് നിങ്ങൾക്ക് ഉണ്ടാവുക. അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. റോഡിലൂടെ 3 കിലോമീറ്റർ ഓട്ടം നിങ്ങൾ 13 മിനിറ്റിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൽ പാസ്സാവുന്നവർ റിട്ടൺ ടെസ്റ്റിന്, അതായത് PSCൻ്റെ എക്സാമിന് വേണ്ടി പോകണം. ആ ഒരു PSC എക്സാം പാസ്സാവുന്നവർ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിനായിട്ട് പോകണം. അപ്പോൾ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. 100 മീറ്റർ ഓട്ടമുണ്ട്. അതിൻ്റെ ടൈമും കാര്യങ്ങളും ഡിസ്റ്റൻസ് ഒക്കെ ഇവിടെ കൊടുത്തത് കാണാൻ സാധിക്കും. അപ്പോൾ 100 മീറ്റർ ഓട്ടം, അതുപോലെ ഹൈ ജമ്പ്, ലോങ് ജമ്പ്, പുട്ടിംഗ് ദി ഷോട്ട്, ത്രോയിങ് ദി ക്രിക്കറ്റ് ബോൾ, റോപ്പ് ക്ലൈമ്പിങ്, പുള്ളപ്പ് ഓർ ചിന്നിങ് 1500 മീറ്റർ ഓട്ടം. അത് 5 മിനിറ്റ് 44 സെക്കൻഡിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ പറയുന്ന 8 എണ്ണത്തിൽ ഏതെങ്കിലും 5 എണ്ണം പാസ്സായാൽ മതി. അത് കഴിഞ്ഞാൽ നിങ്ങൾ ഫിസിക്കൽ പാസ്സാവും. പിന്നെ നിങ്ങൾക്കൊരു മെഡിക്കൽ ഉണ്ടാവും. മെഡിക്കലും കഴിഞ്ഞാൽ ഫൈനൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു സെലക്ഷൻ പ്രോസസ്സ്. താല്പര്യമുള്ള യോഗ്യതയുള്ള എല്ലാവരും അപ്ലൈ ചെയ്യുക. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 14/8/2024 ആണ്.